ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റാണ്. ചിക്കനും പിന്നെ നമ്മുടെ വീടുകളിൽ സാധാരണ ഉണ്ടാവുന്ന വളരെ കുറച്ച് ചേരുവകളും കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കുവാൻ സാധിക്കുന്ന ഒരു ചിക്കൻ കട്ട്ലറ്റാണ് കാണിക്കാൻ പോകുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു വിഭവമാണ് കട്ട്ലറ്റ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്തു നോക്കുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി നമുക്ക് ഈ കട്ട്ലറ്റ് എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുക എന്ന് നോക്കാം. ആദ്യമായി ഇതിനുള്ള മസാല തയ്യാറാക്കുന്നതിനായി ഒരു പാനിലോട്ട് ഒരു 3-4 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചെറുതായി എണ്ണയിൽ വഴറ്റിയെടുക്കുക. ഇത് ചെറുതായി വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 2-3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു 2 തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് എന്നിവ ചേർത്ത് കൊടുക്കുക. ശേഷം ഇവയുടെ എല്ലാം പച്ചമണം പോകുന്നത് വരെ എണ്ണയിൽ നന്നായി വഴറ്റിയെടുക്കുക. എല്ലാം കൂടി നന്നായി വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 3 വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സവാള പെട്ടെന്ന് വഴന്നു കിട്ടുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഉള്ളി നന്നായി വഴന്നു വരുന്നത് വരെ ലോ ഫ്ലെയിമിൽ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഉള്ളി ഏകദേശം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. ഇനി ഈ മസാലപ്പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ പോയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഈ ചിക്കൻ എല്ലില്ലാത്ത 100 ഗ്രാം ചിക്കൻ എടുത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് മിക്സിയിൽ കറക്കിയെടുത്തതാണ്. ഇനി നമുക്ക് ഇത് മുഴുവനായി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചിക്കൻ മുഴുവനായി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം 3 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തതിന് ശേഷം ഉടച്ചെടുത്തതാണ്. ഇത് മുഴുവനായും ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് മുഴുവനായി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് തണുക്കുവാനായി ഒരു 15 മിനിറ്റ് മാറ്റി വെക്കുക. മസാല നന്നായി തണുത്തതിന് ശേഷം ഇനി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം. അതിനായി ഇതുപോലുള്ള മോൾഡുകൾ ഉപയോഗിക്കാം. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലും പാത്രങ്ങൾ വിൽക്കുന്ന കടകളിലുമൊക്കെ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. മസാല ഇതുപോലെ ഉരുളകളാക്കി ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ പരത്തിയെടുക്കുക. നന്നായി പരത്തിയതിന് ശേഷം ഇതിൻ്റെ താഴെയുള്ള ആ മഞ്ഞ ഭാഗം പൊക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെ ഷേപ്പായി കിട്ടുന്നതാണ്. എൻ്റെ കയ്യിൽ വേറെ ഷേപ്പിലുള്ള ഒരു മോൾഡ് കൂടിയുണ്ട്. ഇതും ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഈ മസാലകളെല്ലാം ഇതുപോലെ മോൾഡിൽ വെച്ച് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക. മസാലയെല്ലാം ഷേപ്പ് ചെയ്ത് എടുത്തതിന് ശേഷം ഇത് റസ്ക് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കണം. ഇതിനായി നമുക്ക് വേണ്ടത് 2 കോഴിമുട്ടയും കുറച്ച് റസ്ക് പൊടിയുമാണ്. കോഴിമുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചതിന് ശേഷം പതപ്പിച്ചെടുക്കുക. അതിനുശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ മുട്ടയുടെ മിക്സിൽ മുക്കിയതിന് ശേഷം റസ്ക് പൊടിയിൽ ഇട്ട് ഇതുപോലെ നന്നായി കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കുക.
ഇപ്പോൾ നമ്മൾ എല്ലാ ഷേപ്പ് ചെയ്ത് വെച്ച മസാലയും ഇതുപോലെ ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ എണ്ണയിൽ ഇത് മുക്കി പൊരിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാവുന്നതാണ്. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഇതുപോലെ ബ്രൗൺ നിറമായി വരുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയുമായി കാണും വരേക്കും ബായ്.